ഹായ്, വെൽക്കം ടു IAS ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ വാല വിത്ത് മീ അർജുൻ ആർ ശങ്കർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അതായത് നമുക്ക് പൈസയുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കത് വാങ്ങിക്കാം. കാരണം നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, ആ വിൽക്കാനുള്ള ഒരാൾക്ക് പൈസയുടെ ആവശ്യമുള്ളതുകൊണ്ട് അയാളത് വിൽക്കുന്നുണ്ട്. ഒരു സ്ഥലം വാങ്ങിക്കാൻ ഇത്രയ്ക്ക് എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും രസകരമായൊരു സംഭവം, ദ പ്രസിഡന്റ് എലക്ട് ഡൊണാൾഡ് ട്രംപ്, ഇനിയിപ്പോൾ US പ്രസിഡൻ്റാണ്, ഡൊണാൾഡ് ട്രംപിന് ഒരു ചെറിയ ആഗ്രഹം, ഗ്രീൻലൻഡ് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഐലൻഡ് ഒന്ന് വാങ്ങിച്ചാൽ കൊള്ളാം എന്നുള്ളത്. സോ അടുത്ത ചോദ്യം, അങ്ങനെയൊക്കെ ഒരു ഐലൻഡ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്നില്ല? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഡൊണാൾഡ് ട്രംപ് ആണ് ഈ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് അറിയിച്ചത്. കാരണം ഡെൻമാർക്കിൻ്റെ കയ്യിലാണ്, ഡെൻമാർക്കിൻ്റെ അതോറിറ്റിയിലാണ് ഗ്രീൻലൻഡ് ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഗ്രീൻലൻഡ് വേണം. അതേപോലെ തന്നെ റീസെൻ്റ്ലി ആയിട്ടുള്ള പനാമ കനാലിൻ്റെ കൺട്രോൾ വേണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും അമേരിക്ക ഈസ് ഡിസൈഡഡ് ടു ബൈ ഗ്രീൻലൻഡ്. സോ ഇത് പോസിബിൾ ആണോ? അങ്ങനെ ഒരു സ്ഥലം വാങ്ങിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഡെൻമാർക്കിൻ്റെ കൺട്രോളിലിരിക്കുന്ന ഐലൻഡ് അങ്ങനെയൊക്കെ വിൽക്കാൻ പറ്റുമോ? ഇത് എന്തുകൊണ്ടാണ് ട്രംപ് ഗ്രീൻലൻഡ് വേണമെന്ന് പറയുന്നത്? സോ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിക് റീസൺ കാണുമല്ലോ. ഗ്രീൻലൻഡ് അത്രയും എൻവയോൺമെൻ്റലി മാത്രമല്ല, ഒരുപാട് കാര്യം കൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻലൻഡ് വാങ്ങിക്കുന്നത്. അങ്ങനെ പൈസ കൊടുത്ത് അമേരിക്ക എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്, എസ്പെഷ്യലി സ്ഥലങ്ങൾ. ഇതിന് മുന്നേയും അമേരിക്ക ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൈസ ഓഫർ ചെയ്യുന്നത്. സോ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ എക്സ്പ്ലെയിൻ വാലയിൽ വിൽ ഫൈൻഡ് ഔട്ട് ഇൻ ദിസ് എക്സ്പ്ലെയിൻ വാല. When made history, he had no plan to replace it. It was also possible for them to make other choices. we embrace people. So accepted, but I can't feel that the whole movie working properly. സോ ഈ പോയിന്റ് മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഡെൻമാർക്ക്, ഗ്രീൻലൻഡ് ഒക്കെ ഒരുപാട് രാജ്യങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് പറയാം. സോ ഇതിൻ്റെ മാപ്പ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ആ മാപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം USA എവിടെയാണ്, അതേപോലെ തന്നെ ആർട്ടിക് സർക്കിൾ, ആർട്ടിക് എവിടെയാണ്, സോ ഗ്രീൻലൻഡ് എവിടെ നിൽക്കുന്നു. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആർട്ടിക് ഓഷൻ്റെയും അറ്റ്ലാന്റിക് ഓഷൻ്റെയും ആ ഒരു പോയിന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഗ്രീൻലൻഡ് നിൽക്കുന്നത്. സോ ഗ്രീൻലൻഡ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് ഐലൻഡ്. പക്ഷേ എന്നിട്ടും ഒരു കോണ്ടിനെൻ്റ് അല്ല. അത് ഡെൻമാർക്കിൻ്റെ, ഇറ്റ്സ് കോൾഡ് ആൻ ഓട്ടോണോമസ്, അവിടുത്തെ ഓട്ടോണോമസ് ഗവൺമെൻറ് ആണ്. ഡെൻമാർക്കിൻ്റെ അധീനതയിലാണെങ്കിൽ പോലും ഒരു ഓട്ടോണോമസ് ഗവൺമെൻറ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. 1979 ശേഷം അതങ്ങനെയാണ്. കാരണം അവരുടെ സെൽഫ് ഗവൺമെൻറ് ആക്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ ഗ്രീൻലൻഡ് നോക്കുകയാണെങ്കിൽ ഇത് ഡെൻമാർക്കാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ പോലും അവിടുത്തെ മേജറായിട്ടുള്ള, ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഡൊമസ്റ്റിക് അഫയേഴ്സ്, റിസോഴ്സ് ഹാൻഡ്ലിംഗ്, ലോ ആൻഡ് ഓർഡർ, അതേപോലത്തെ കാര്യങ്ങളെല്ലാം ഗ്രീൻലൻഡിൻ്റെ കയ്യിലാണ്. അവിടെ ഒരു പ്രധാനമന്ത്രിയൊക്കെ ഉണ്ട്. ഇതല്ലാതെ മേജറായിട്ട് ഗ്രീൻലൻഡിനെ സംബന്ധിക്കുന്ന മേജറായിട്ടുള്ള ഫോറിൻ അഫയേഴ്സ്, ഡിഫൻസ്, മോണിറ്ററി പോളിസി, അങ്ങനത്തെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും ഡെൻമാർക്കിൻ്റെ കയ്യിലാണുള്ളത്. സോ ഡെൻമാർക്ക് ഈസ് ഹോൾഡിംഗ് ദാറ്റ്. അതുപോലെ തന്നെ അവിടെ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടെങ്കിൽ പോലും ഡെൻമാർക്കിൻ്റെ ക്വീൻ മാർഗരറ്റ് 2 ആണ് ഗ്രീൻലൻഡിൻ്റെ സെറിമോണിയൽ ഹെഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജോഗ്രഫിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കണം, ആർട്ടിക് സർക്കിൾ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയാണ് ഗ്രീൻലൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ഇത്രയും വലിയ ഐലൻഡാണ്. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തുകൊണ്ടായിരിക്കും ട്രംപ് USA പോലത്തെ വലിയൊരു രാജ്യം ഗ്രീൻലൻഡ് വെറുതെ വേണമെന്ന് പറയില്ലല്ലോ. ദർ മസ്റ്റ് ബി സംതിങ് വെരി സ്ട്രാറ്റജിക്. അതെന്താണെന്ന് നമുക്കൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അമേരിക്ക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ട്രംപിൻ്റെ ഇതിൽ ഓൾറെഡി അമേരിക്കൻ US അംബാസിഡർ ടു ഡെൻമാർക്ക് എന്ന് പറയുന്നത് കെൻ ഹവറിയാണ്. ഓൾറെഡി ഫേമസ് പേപ്പാലിൻ്റെ ഫൗണ്ടറാണ്. സോ ഓൾറെഡി അമേരിക്ക ഡെൻമാർക്കായിട്ട് നല്ലൊരു സോഫ്റ്റ് ഡിപ്ലോമാറ്റിക് അറേഞ്ച്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇനി എങ്ങാനും ഗ്രീൻലൻഡ് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വളരെയധികം ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമായിട്ടൊരു പോയിന്റാണ്. സോ അമേരിക്കയ്ക്ക് ഗ്രീൻലൻഡിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഫോർ ഇറ്റ്സ് ഫ്രീഡം ആൻഡ് ഇറ്റ്സ് സെക്യൂരിറ്റി ആൻഡ് ഫ്രീഡം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ ഗ്രീൻലൻഡിൻ്റെ പൊട്ടൻഷ്യൽ, അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഗ്രീൻലൻഡിൻ്റെ ഐസ് ഷീറ്റാണ്. സോ ഈ ഐസ് ഷീറ്റ്സ് മെൽറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വാർത്ത കുറേ കാലമായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് ഏറ്റവും നമ്മുടെ റിസർച്ച്, ഓഷ്യൻ റിസർച്ചും ഇങ്ങനത്തെ റിസർച്ചിൻ്റെ ഗോൾഡ് മൈനാണ് ആർട്ടിക്കിൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇതിൻ്റെ ഐസ് ഷീറ്റ് മെൽറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഐസ് ഷീറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ സീ വാട്ടർ ലെവൽ റൈസ് ചെയ്യും. സോ അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. അതൊരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. സീ വാട്ടർ റൈസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷേ ഈ ഐസ് ഷീറ്റ് മെൽറ്റിങ്ങിൻ്റെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. സീ വാട്ടർ റൈസ് ചെയ്യും, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ബെനിഫിറ്റ്സ് മനുഷ്യൻ എപ്പോഴും അങ്ങനെയാണല്ലോ. നേച്ചറിനെക്കാട്ടും കൂടുതൽ അതിൻ്റെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് മോട്ടീവാണ് മനുഷ്യനേക്കാളും ഏറ്റവും കൂടുതൽ മനുഷ്യനെ നയിക്കുന്നത്. സോ ഐസ് ഷീറ്റ് മെൽറ്റ് ചെയ്യുന്നത് പഠിക്കാൻ ഒരു ഗോൾഡ് മൈനാണ്. അതിനു വേണ്ടി നല്ലൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഗ്രീൻലൻഡിൻ്റെ ലൊക്കേഷൻ,
ആർട്ടിക്കിൾ ആണെങ്കിലും അതിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ, ഒരു ജിയോ പൊളിറ്റിക്കൽ ആംഗിളും അതേപോലെ തന്നെ മിലിറ്ററി ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ്. വളരെ കൃത്യമായിട്ട് US-ന് ആ ഒരു ഇൻട്രസ്റ്റും കൂടെ അവിടെയുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവിടുത്തെ റിസോഴ്സസ് ആണ്. ആർട്ടിക്കിലെ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഗ്രീൻലാൻഡിൻ്റെ റിസോഴ്സസ്, ഇപ്പോൾ ഈ ഐസ് ഷീറ്റൊക്കെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഈ മെൽറ്റ് ചെയ്യുന്നതോറും അവിടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഇറ്റ്സ് എഗെയിൻ എ ഗോൾഡ് മൈൻ. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരുപാട് മിനറൽസും ഒരുപാട് ഓയിലും ഗ്യാസും ഒക്കെ കിട്ടും. കാരണം ഐസ് ഷീറ്റ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഇത് വേണമെങ്കിൽ മെൽറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഇതൊക്കെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ അവിടുത്തെ കൾച്ചറൽ ആസ്പെക്റ്റുകൾ, അവിടുത്തെ ആൾക്കാർ ഇന്യൂട്ട്സ് എന്ന് പറയുന്ന അവിടെ താമസിക്കുന്ന, വർഷങ്ങളായിട്ട് താമസിക്കുന്ന അവരുടെ കൾച്ചറൽ ആസ്പെക്റ്റും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരെ ഇതിൻ്റെ ഭാഗമാക്കണം, സ്റ്റേക്ക് ഹോൾഡർ ആക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റും കൂടെ അവിടെയുണ്ട്. അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി റിസർച്ചിന് പറ്റിയ സ്ഥലമാണ് അവിടെ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവിടുത്തെ സീൽസ്, വെയിൽസ് ആൻഡ് ഈവൻ ദ പോളാർ ബെയർസ്. ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് റിസർച്ച് നടത്താൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടാണ് ഗ്രീൻലാൻഡ്. അപ്പോൾ ഈ കാരണം കൊണ്ടൊക്കെ US-ന് വളരെയധികം താല്പര്യമുള്ളൊരു സ്ഥലമാണ്. ആൻഡ് എന്തായാലും ഡെൻമാർക്ക് ഗവൺമെൻറ് ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട്, ഇനി ആരൊക്കെ അവിടെ അംബാസിഡറായിട്ട് പോയാലും, ദാറ്റ് ഗ്രീൻലാൻഡ് ഈസ് നോട്ട് ഫോർ സെയിൽ, ഞങ്ങൾ ഇത് വിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് ഓൾറെഡി ഡെൻമാർക്കിൻ്റെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഓൺ ദി അതർ സൈഡ് യു ഹാവ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉള്ളതുകൊണ്ട് നമുക്ക് പറയാനും പറ്റില്ല, നാളെ ചിലപ്പോൾ ഇത് സെയിൽ ആയേക്കാം. സോ ഇനി നമുക്ക് അറിയേണ്ടത്, അമേരിക്ക ഇതേപോലെ കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഇതാദ്യമായിട്ടല്ല ഒരു ടെറിട്ടറിക്കോ ഒരു സ്ഥലത്തിനോ വില പറയുന്നത്. ഇതിനു മുന്നേ ഒരുപാട് ടെറിട്ടറി പൈസ കൊടുത്ത് അക്വയർ ചെയ്തിട്ടുണ്ട്. ആ ടെറിട്ടറീസ് ഏതൊക്കെയാണെന്നും കൂടെ നമുക്കൊരു ഇൻട്രസ്റ്റിന് വേണ്ടി ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ. ഓൾറെഡി പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ലൂയിസിയാന. കാരണം ആദ്യം ലൂയിസിയാന, ഇതൊക്കെ US വാങ്ങിക്കൂട്ടിയ സ്ഥലങ്ങളെല്ലാം നമ്മൾ ഇന്ന് USA ഇത്രയും വലുതാണെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു പോയിന്റിൽ ആഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇതിങ്ങനെ അക്വയർ ചെയ്ത് വലുതാക്കിയെടുത്തതാണ് US-ൻ്റെ ഈ കാണുന്ന വലിയ സാമ്രാജ്യവും ടെറിട്ടറിയും ഒക്കെ. സോ ലൂയിസിയാന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യകാലത്ത്, ഇതെല്ലാം 1800 കാലഘട്ടത്തിലാണ്, 1803 ആ കാലഘട്ടത്തിലൊക്കെ ആദ്യം, ഇതിനു മുന്നേ ലൂയിസിയാന സ്പെയിൻ്റെ കയ്യിലായിരുന്നു, പിന്നീട് അത് ഫ്രാൻസിൻ്റെ കയ്യിലേക്ക് പോയി. നെപ്പോളിയൻ ഇത് വളരെ ക്ലോസ് ആയിട്ട് കൊണ്ടു നടന്ന സ്ഥലം. അതിനുശേഷം ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 15 മില്യൺ, അന്നത്തെ $15 മില്യൺ കൊടുത്താണ് ലൂയിസിയാന ആഡ് ചെയ്തത്. സോ ഈ ലൂയിസിയാന വന്നു കഴിഞ്ഞപ്പോൾ തന്നെ US-ൻ്റെ ഏരിയ ഡബിൾ ചെയ്തു. വലിയൊരു ഏരിയ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ US-ൻ്റെ കയ്യിലുള്ള ഏരിയ ഡബിൾ ചെയ്തു. ഓരോ പ്രോപ്പർട്ടി വരുമ്പോഴും ഡബിൾ ചെയ്ത് വന്നു. പിന്നീട് 1800-കളിൽ പ്രധാനപ്പെട്ട മറ്റൊരു അക്വിസിഷൻ നടത്തിയത് ഫ്ലോറിഡയാണ്. സ്പെയിൻ്റെ കയ്യിൽ നിന്ന് അന്ന് $5 മില്യൺ കൊടുത്ത് സ്പെയിൻ്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങി. പിന്നീട് 1845 1848 കാലഘട്ടത്തിൽ US മെക്സിക്കൻ വാർ നടന്ന സമയത്തും, ഈ മെക്സിക്കൻ വാർ സമയത്തും മെക്സിക്കോയുടെ കുറേ സ്ഥലങ്ങൾ വന്നു. അപ്പോഴും US-ൻ്റെ ടെറിട്ടറി പിന്നെയും വലുതായി. അതിൻ്റെ കൂടെയാണ് ടെക്സസ്. 1845 കാലഘട്ടത്തിലാണ് ടെക്സസ് വരുന്നത്. പിന്നീട് US മെക്സിക്കോ വാർ 1848 നടന്നു. അതേപോലെ തന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഹവായി ഇവർ ഏറ്റെടുത്തു. ഹവായി കിട്ടി ഇവർക്ക്. ആൻഡ് 1867 ആയപ്പോൾ അലാസ്ക കിട്ടി. റഷ്യയുടെ കയ്യിൽ നിന്ന് ഏകദേശം അലാസ്ക കിട്ടിയപ്പോൾ പിന്നെയും US-ൻ്റെ ഏരിയ ഒരുപാട് വലുതായി. അലാസ്ക വാസ് എ ഗുഡ് ബൈ. അതും ഏകദേശം $7 മില്യൺ കൊടുത്താണ് അലാസ്ക കംപ്ലീറ്റ്ലി എടുക്കുന്നത്. അപ്പോൾ ഹവായി വന്നു, അലാസ്ക വന്നു. അപ്പോൾ ഇത്രയും ഏരിയ വന്നു കഴിഞ്ഞു. പിന്നീട് 1917 സമയത്ത് വെർജിൻ ഐലൻഡ്സ് എടുത്തു. ഡെൻമാർക്കിൻ്റെ കയ്യിൽ നിന്ന് $25 മില്യൺ അന്ന് കൊടുത്തിട്ട് വെർജിൻ ഐലൻഡ്സും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ, ഇതൊക്കെയാണ് അമേരിക്ക ഒരുപാട് വർഷം മുന്നേ, ഏകദേശം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാട്ടും എത്ര വർഷം മുന്നേ, 1800 കാലഘട്ടത്തിലും 1900 തുടക്കത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെയാണ് അമേരിക്ക ഇത് ഏറ്റവും കൂടുതൽ അക്വയർ ചെയ്ത് വാങ്ങിച്ചിരിക്കുന്നത്. സോ അത് മാത്രമല്ല, നമുക്ക് പാകിസ്ഥാൻ്റെ എക്സാമ്പിളും കൂടെ എടുക്കാം. ഇൻ്റർനാഷണൽ ഗ്ലോബൽ അക്വിസിഷൻ നോക്കുകയാണെങ്കിൽ, ഒമാൻ്റെ കയ്യിൽ നിന്ന് 1958 പാകിസ്ഥാൻ ഗ്വാഡർ എടുക്കുന്നത്. അതേപോലെ തന്നെ ഫ്രാൻസ് സെയിൻറ്റ് ബാർത്തലമി എന്ന് പറയുന്ന സ്ഥലം സ്വീഡൻ്റെ കയ്യിൽ നിന്ന് 1878 ആ കാലഘട്ടത്തിലും എടുക്കുന്നുണ്ട്. സോ ലോകം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ കൊടുത്ത് സ്ഥലം അക്വയർ ചെയ്യുന്ന ഒരു സംഭവം ആദ്യമായിട്ടല്ല. സോ ഇനി നമ്മൾ ഡെഫിനറ്റ്ലി ഇനി വരാൻ പോകുന്ന നാളുകൾ നമുക്കറിയാൻ പറ്റും, ഗ്രീൻലാൻഡ് പോലത്തെ ഇത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലം US എടുക്കുമ്പോൾ അതിനകത്ത് ദർ ഇസ് എ ലാർജർ ജിയോ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഇൻവോൾവ്. എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങൾ അറിയാം. പനാമയും ചോദിച്ചിട്ടുണ്ട്, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വിൽ ഫൈൻഡ് ഔട്ട്.